പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പറഞ്ഞു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. യോഹന്നാൻ 11-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ സംഘർഷപൂർണമായ ഒരു സമയത്താണ് ഈ വചനങ്ങൾ പറഞ്ഞത്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് ഇപ്പോൾ പോകുന്നത് അപകടമായിരിക്കുമെന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ടു. ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ദൈവം നൽകുന്ന പ്രത്യാശയുടെ വെളിച്ചത്തിൽ നടക്കുന്നവർ ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമൊന്നും ഇടറിപ്പോവില്ല എന്ന ശാശ്വത സത്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാൻ ദൈവം നൽകുന്ന നിശ്ചിത സമയമുണ്ട്. അതിനായി ദൈവം ഒരുക്കുന്ന സുരക്ഷിത വഴികളുണ്ട്. ആ വഴികളിൽ ദൈവം നൽകുന്ന വെളിച്ചവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവനിയോഗത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന വിശ്വാസിക്ക് ആരെയും ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയണം. ശത്രുക്കളും പ്രതിസന്ധികളും നമ്മുടെ ജീവിത നിയോഗ യാത്രയിൽ മാർഗ തടസ്സമുണ്ടാക്കുമ്പോൾ പതറാതെ പിന്തിരിയാതെ മുന്നേറുവാൻ പ്രചോദനം നൽകുന്ന കർത്താവിൻ്റെ വിസ്മയ വാക്കുകളാണ് ഇത്. 4 ആത്മീയ മർമ്മങ്ങളാണ് ഈ വേദഭാഗത്ത് കർത്താവ് നമുക്ക് നൽകുന്നത്. 1, ഓരോ മനുഷ്യനും പ്രവർത്തിക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കൃത്യസമയമുണ്ട്. പകൽ 12 മണിക്കൂർ അല്ലയോ എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. പകലിനും രാത്രിക്കും അതിരുകളുണ്ട്. ദൈവം അത് വളരെ കൃത്യമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം ഒരിക്കലും യാദൃശ്ചികമല്ല. അതിന് കൃത്യമായ ദൈവിക പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിന് ക്ലിപ്തമായ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളുമൊക്കെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ, സമയങ്ങളൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ വലിയ സത്യമാണ് ശലോമോൻ പറയുന്നത്. സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. മനുഷ്യന്റെ കലണ്ടറും സമയക്രമവും ടൈം ടേബിളും അനുസരിച്ചല്ല ദൈവം ലോകത്തിൽ കാര്യങ്ങൾ നടത്തുന്നത്. കാലത്തിൻ്റെ തമ്പുരാന്റെ കണക്കുകൂട്ടലിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. എൻ്റെയും കുടുംബത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ഭാവി എന്താകും എന്നോർത്ത് നമ്മൾ പലപ്പോഴും ആകാംക്ഷപ്പെടാറുണ്ട്. പക്ഷേ നാളെക്കുറിച്ച് ഓർത്ത്
വ്യാകുലപ്പെടേണ്ടതില്ല എന്നാണ് കർത്താവ് നമുക്ക് നൽകുന്ന ഉപദേശം. നമ്മുടെ ആയുസ്സിൻ്റെയും സമയത്തിൻ്റെയും ഘടികാരം സ്വർഗസ്ഥ പിതാവിൻ്റെ കരങ്ങളിലാണ്. അത് മുൻപോട്ടും പിറകോട്ടും തിരിക്കാൻ മനുഷ്യന് കഴിയില്ല. നമ്മുടെ ആയുസ്സിൻ്റെ ഒരു നിമിഷം പോലും വെട്ടിച്ചുരുക്കുവാൻ ദുരന്തങ്ങൾക്കോ രോഗങ്ങൾക്കോ സാധിക്കില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് മുമ്പ് യാതൊരു പ്രതിസന്ധികൾക്കും നമ്മുടെ ജീവിതത്തിലെ ദൈവീക പദ്ധതിയെ തടയുവാനും കഴിയില്ല. യേശുവിന് ശത്രുക്കൾ അനവധി ഉണ്ടായിരുന്നു. അവനെ കൊല്ലുവാൻ അവർ പല പ്രാവശ്യം ശ്രമിച്ചു. എന്നാലും യേശുതമ്പുരാൻ നിർഭയനായി നടന്നു. കാരണം തൻ്റെ സമയം പിതാവിൻ്റെ കരങ്ങളിലാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. ഈ വലിയ ബോധ്യം നമുക്കുമുണ്ടായിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുമ്പോൾ നാളുകളെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ സമാധാനമായി മാറും. ജീവിത പ്രതിസന്ധികളിൽ സധൈര്യം മുന്നേറുവാനുള്ള അതിജീവന ശക്തിയുടെ ഉറവിടം പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കേണ്ടതാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. രണ്ടാമത്, ജീവിതയാത്രയിൽ ഇടറിപ്പോകാതിരിക്കുവാൻ ദിവ്യപ്രകാശം നമ്മൾക്ക് സഹായകമായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, പകലിൽ നടക്കുന്നവൻ ഇടറുകയില്ല. ഇരുട്ട് ഭയവും ആശയക്കുഴപ്പവുമൊക്കെ ഉണ്ടാക്കും. എന്നാൽ വെളിച്ചം വ്യക്തതയും ദിശാബോധവും നൽകും. ദൈവാശ്രയത്തിലും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലും നടക്കാത്ത ജീവിതം എന്നും എപ്പോഴും അന്ധകാരത്തിലായിരിക്കും. അത് പലപ്പോഴും വഴിതെറ്റുകയും ഇടറി വീഴുവാൻ കാരണമാവുകയും ചെയ്യും. സങ്കീർത്തനക്കാരന് തിരുവചനം കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമായിരുന്നു. ആ വഴികളിലൂടെ അദ്ദേഹം നിർഭയനായി നടന്നു. പ്രാർത്ഥനയും തിരുവചനവും അവഗണിക്കുകയും സ്വന്തം ബുദ്ധിയിലും ലോകപ്രകാരവും നടക്കുന്നവർ അന്ധകാരത്തിൻ്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്നകന്ന് ഇരുട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ക്രമേണ ജീവന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റുവാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. തിരുവചനം നമുക്ക് വഴി കാണിച്ചു തരും. പ്രാർത്ഥന ആത്മീയ ദർശനം നൽകും. കൗൺസിലറും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവ് വഴിതെറ്റാതെ നമ്മെ വഴി നടത്തും. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടൊപ്പം തിരുവചനത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന വിശ്വാസി പ്രതിസന്ധികളിൽ വഴിതെറ്റാതെ കാലിടറാതെ വിശ്വാസ പാതയിൽ മുന്നേറുന്നത്. ശിഷ്യന്മാരും സഹോദരന്മാരും ജീവിത പ്രതിസന്ധികളിൽ
ഈ പ്രത്യാശയുടെ വെളിച്ചത്തിൽ നടന്ന് മുന്നേറിയവരാണ്. മൂന്നാമത് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ജീവിതത്തിൽ വഴിതെറ്റാതെ മുന്നേറുവാൻ വിദ്യാഭ്യാസം സഹായിക്കണമെന്നില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും കൊണ്ട് ഹൃദയത്തിലെ അന്ധകാരം നീക്കുവാൻ കഴിയില്ല. പാപവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ബുദ്ധിയും വിവേകവും ഒന്നും പ്രയോജനപ്പെടണമെന്നുമില്ല. ഇതൊക്കെ വളരെയധികമുള്ള എത്രയോ ആളുകളാണ് വഴിതെറ്റി പാപകെണികളിൽ വീണു പോകുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല എന്ന് കൽപ്പിച്ച നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മുടെ ഉള്ളം പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അവിടുന്നാണ് പാപവും സത്യവുമൊക്കെ വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവ ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. വഴിയും സത്യവുമായ കർത്താവിന് മാത്രമേ നിത്യജീവിതത്തിലേക്കുള്ള വഴി തുറക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിൽ ഉറപ്പിക്കുമ്പോൾ നമ്മിൽ ആന്തരിക പ്രകാശം നിറയും. വഴിതെറ്റാതെ ജീവന്റെ വഴിയിലൂടെയുള്ള നമ്മുടെ യാത്ര സുഗമമാകും. ഇതാണ് സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യം. 34-ാം സങ്കീർത്തനം. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ വേദഭാഗത്തിന്റെ 4-ാമത്തെ ആത്മീയ മർമ്മം വെളിച്ചമുള്ളപ്പോൾ നടക്കണം എന്നതാണ്. വെളിച്ചമുള്ളപ്പോൾ നടക്കണം. ദൈവനിയോഗങ്ങൾ പൂർത്തിയാക്കുവാൻ ദൈവം നൽകുന്ന പകൽ എന്നും നിലനിൽക്കില്ല. അവസരങ്ങൾക്കും സമയത്തിനും ആരോഗ്യത്തിനുമൊക്കെ ഒരതിരുണ്ട്. കൃപയ്ക്ക് ഒരു സമയമുണ്ട്. ജീവിതം ഹ്രസ്വമാണ്. എന്താണ് വെളിച്ചമുള്ളപ്പോൾ നടക്കുവിനെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ദിവസം ദൈവം നൽകുന്ന അവസരങ്ങളുടെ വാതിലുകൾ അടയ്ക്കും. ഒരു ദിവസം പ്രഭാതമില്ലാത്ത രാത്രി കടന്നുവരും. അതുകൊണ്ട് ദൈവം നൽകുന്ന വെളിച്ചത്തിൻ്റെ സമയം മാനസാന്തരത്തിനും കടക്കാർക്ക് മാപ്പ് കൊടുക്കുന്നതിനും ദൈവമേൽപ്പിച്ച നിയോഗങ്ങളിൽ വിശ്വസ്തരായിരിക്കാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കഠിനമായി പരിശ്രമിക്കണം. വെളിച്ചമുള്ളപ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്നത് അഭിലഷണീയമല്ല. ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സമയം ഭൗതിക താൽപ്പര്യങ്ങൾക്കും കലഹങ്ങൾക്കും തർക്കങ്ങൾക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നതും ശരിയല്ല. പ്രതിസന്ധികളും രോഗങ്ങളും വീഴ്ചകളും തകർച്ചകളുമാകുന്ന അന്ധകാരം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സമയം നഷ്ടപ്പെടുത്തിയതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരും. യേശു പറഞ്ഞു, വെളിച്ചമുള്ളപ്പോൾ നടക്കുവിൻ. ആത്മീയ അവസരങ്ങൾ നഷ്ടമാക്കരുത്. ദൈവം
ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ സമയം നഷ്ടപ്പെടാതെ നമ്മൾ ഉടൻ പ്രതികരിക്കണം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവിക വെളിച്ചത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിക്കുകയാണ്. ദൈവം ജീവിതത്തിൽ പ്രകാശം നൽകുമ്പോൾ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും പാപത്തിലുമൊക്കെ നടക്കുന്നത് ഒരിക്കലും അഭിലഷണീയമല്ല. ക്രിസ്തുവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കേണ്ടത്. തിരുവചനത്തിന്റെ വഴിയിലും അനുസരണത്തിന്റെ പാതയിലും നമ്മുടെ ജീവിതത്തിലെ പകലിന്റെ സമയങ്ങളിൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടരണം. വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാപ്രവചനം 43 അധ്യായം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്വർഗസ്ഥ പിതാവേ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഭയവും ആശയക്കുഴപ്പവും പാപവുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളെ വഴിയൊരുക്കി ദിവ്യപ്രകാശത്തിന്റെ വഴിയിലൂടെ നടത്തുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ പ്രകാശത്തെ അവഗണിച്ച് അന്ധകാരത്തിന്റെ പാതയിലൂടെ നടന്ന സമയങ്ങളെ ഓർത്ത് ഖേദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ദൈവീക ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന ജീവിതശൈലിയാക്കുവാനും തിരുവചനത്തെ ആദരിക്കുവാനും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനും കൃപാവരങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളുടെ വെളിച്ചമായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലെ വെളിച്ചമായിരിക്കണമേ. ഞങ്ങളുടെ ഭാവിയുടെ വെളിച്ചമായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അന്ധകാരവും നീക്കണമേ. പ്രയാസമുള്ള വഴികളിൽ ദൈവാശ്രയത്തോടെ വിശ്വസ്തരായി നടക്കുവാനുള്ള വിസ്മയ ശക്തി ഞങ്ങൾക്ക് തരണമേ. നിരാശയുടെ പാപാന്ധകാരത്തിലായിരിക്കുന്നവർക്ക് ദിവ്യപ്രകാശം ചൊരിയണമേ. ഭയപ്പെടുന്നവരെ ആശ്വസിപ്പിക്കണമേ. വഴിതെറ്റിയവരെ തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ വെളിച്ചം അന്ധകാര ലോകത്ത് പ്രതിഫലിപ്പിക്കപ്പെടുവാൻ ഇടയാകണമേ. അതുമൂലം ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മറ്റുള്ളവർക്ക് രക്ഷയുടെ വഴി കണ്ടെത്തുവാൻ ഞങ്ങളുടെ സാക്ഷ്യമുള്ള ജീവിതം സഹായകമായി തീരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സമയവും ഓരോ നിമിഷവും അവിടുത്തെ നിയന്ത്രണത്തിലാണെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭൂമിയിലെ യാത്ര അവസാനിക്കുന്നതുവരെ വിശ്വസ്തരായി ചുവടുവെക്കുവാൻ ഞങ്ങളെ കാത്ത് സൂക്ഷിക്കണമേ.
ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.